അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് സന്തോഷത്തോടെ നുസൈബിയും ഷമ്മാസും ഐഷുമ്മയും എല്ലാവരും ആ പുതിയ വീട്ടിൽ താമസിച്ചു. അത് സൗദയുടെ ഉപ്പക്കും എളാമക്കും മക്കൾക്കും വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു വീട്ടിൽ സന്തോഷത്തോടു കൂടി അവരെന്ന് താമസിച്ചു. എന്നാൽ ആ രാത്രി ഷമ്മാസും നുസൈബയും ഒരുമിച്ചായിരുന്നു കിടന്നിരുന്നത്. അത് ഉമ്മയുടെ നിർബന്ധം അങ്ങനെ തന്നെയാണ്. നുസൈബ പറഞ്ഞു, ഉമ്മ ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അവിടെ കിടക്കാം. മോളെ അത് വേണ്ട, അത് പുതിയാപ്പിളയും പുതിയണ്ണുങ്ങളും ഉണ്ടാവുമ്പോൾ ഓലൊപ്പം തന്നെ കിടക്കട്ടെ. അങ്ങനെ ആവുമ്പോഴാണ് പടച്ച റബ്ബിൻ്റെ ബർക്കത്ത് ചൊരിയ. അല്ലാതെ ഓനൊറ്റക്കും ഈ ചൊറ്റക്കും കിടക്കാൻ ഞാൻ സമ്മതിക്കൂല, അതെനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഉണ്ടല്ലോ, ഇങ്ങളൊക്കെ ബാപ്പ, അതായത് എൻ്റെ ഷാമോൻ്റെ ഒക്കെ ഒപ്പം മരിച്ചോളം ഈ ഒരു കട്ടുമ്മൽ ആയിരുന്നു. അതെ, ഞാനും മൂപ്പര് ഈ ഒരു കട്ടിൽ വിട്ട് എവിടേക്കും പോയിട്ടില്ല. പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, കുറച്ചുണ്ട് കഴിഞ്ഞാൽ പിന്നെ പുതിയാപ്പിള വേറെ പുതിയണ്ണ് വേറെ കെടുക്കൽ. അപ്പോൾ എന്താ, പേരക്കുട്ടികൾ കാണുന്നു, മക്കൾ കാണുമ്പോൾ മോശമല്ലേ ഇമ്മയും ബാപ്പയും ഒപ്പം കെടുക്കണത്. അപ്പോൾ ഈ പേരക്കുട്ടികൾക്ക് ഇപ്പോൾ ഇതറിയില്ല, ഈ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടാണത് ഇമ്മയും ബാപ്പയും ഒപ്പം കിടന്നിട്ടാണെന്നുള്ളത്. എന്തിനാണ് നമ്മൾ മടിച്ചണത്? പൊന്നാര മക്കളെ, എന്തൊക്കെ തന്നെയാലും ഭാര്യയും ഭർത്താവും ഒപ്പം തന്നെ കഴിയുന്നതും കിടക്കണം. ഓല് കിടന്ന് ഓല് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴേ അത് നമുക്കും തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിൽ. ഈ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കുറേ ഞാൻ ഇടങ്ങാറയിക്കണ് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കലുകൊണ്ട്. എന്തോ ഒരു റാഹത്താണ്. ഇജും ഷാമോനും കൂടെ ഒക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതൊരു സന്തോഷം തന്നെയാണ്. ഒരിക്കലേ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അറിയാതെ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാ ഉപ്പ അതാ അങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് ഉപ്പാനെ കണ്ടതോടുകൂടി എഴുന്നേറ്റു. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താന്നോ, പൊന്നു മക്കളെ നിങ്ങളവിടെ ഇരിക്കേ, നിങ്ങളിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിനുള്ളിൽ വല്ലാത്ത സന്തോഷമാണ്. അതാണ് എനിക്ക് വേണ്ടത്, സന്തോഷം. അതുകൊണ്ട് നിങ്ങളവിടെ ഇരിക്കേ, എനിക്കത് ഏറ്റവും പെരുത്ത സന്തോഷമാണ്. അങ്ങനെയാണ്. അപ്പം നമ്മളിനിപ്പോൾ എത്ര പ്രായമായാലും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് നമ്മൾ കിടക്കരുത്. അത് ഇപ്പോഴത്തെ കാലത്തൊക്കെ പലർക്കും മടിയുള്ള കേസാണ്. എന്തിന് മരിക്കോളം ഒരു കട്ടുമ്മ കിടക്കണം, എന്നാലാണ് പടച്ച റബ്ബിന് റഹ്മത്ത് വരികയുള്ളൂ. എന്തേ ഉമ്മ, അത് ഞാൻ ഇന്നിപ്പോൾ എല്ലാവരും കൂടി അതിനെന്താ, നമ്മളിവിടെ റൂമുണ്ടല്ലോ, ഇവിടെ ഞാൻ സൗദ ഞങ്ങളെല്ലാവരും പാട് റൂമിൽ കിടന്നോളാം. ഇജും അമ്മോനും കുട്ടി ഓരോരുത്തർ കെടുക്ക്, മറ്റോടത്ത് അഫ്സിയും ഭർത്താവും അവരും കെടുക്കട്ടെ. ഇതിപ്പോൾ ഞങ്ങളുണ്ടല്ലോ, ഇവിടെ 3 റൂമും ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്താ, സന്തോഷേ ഉള്ളൂ. എന്നാൽ ഷുസൈബക്ക് ശരിക്കും അങ്ങോട്ട് പോകുവാൻ ഒരു മടി തോന്നി. പഠിച്ചോനെ, ഇതിപ്പോൾ എല്ലാവരും കൂടി നിൽക്കുന്ന വീട്ടിൽ ഞാൻ ഷാമോൻ ഖാൻ റൂമിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും, ഒന്നുമില്ലെങ്കിൽ ഹഫ്സ് എന്ത് വിചാരിക്കും എന്നുള്ള ഭയം ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ. എന്നാൽ നുസൈബയുടെ അടുത്തേക്ക് സൗദ വന്നു. കിടക്കാനായില്ലേ? കിടക്കട്ടെ. നുസൈബ് ഇന്ന് ഇവിടെ കിടന്നട്ടോ, ഞമ്മക്കെല്ലാവർക്കും ഇവിടെ കഥയും പറഞ്ഞ് കിടക്കാം. ആ, ഞാൻ ശരിക്കും നുസൈബ് എന്ത് പറയണമെന്നായിപ്പോയി. എന്താ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ നിരന്നണ്ട് കിടക്കുക. എന്ത് നല്ല രസമാണ്. ഡൈനിങ് ഹാളിലായാലും റൂമിലെ നിരന്ന് പോയിട്ട് കിടക്കുമ്പോൾ വലിയ രസമാണ്. ഇന്ന് ഇവിടെ കിടക്കുക കേട്ടോ. അത് പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. മോളെ നുസിയേ. ആ, എന്തോ ഉമ്മ? മോളെ, ആ ഷാമോൻ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെന്നാ. ശരിക്കും നുസൈബ, ഉമ്മ അത് ഞങ്ങളിന്ന് ഇവിടെ നമുക്ക് എന്ത് വേണം, ചെല്ല് കുട്ടീനെയും കൊണ്ട് ചെല്ലേ. എന്നാൽ നുസൈബ കിടന്നെടുത്ത് നിന്നും കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു. ഉമ്മ, അത് ഇന്ന് എല്ലാവർക്കും. ആര് പറഞ്ഞു? ചെല്ലങ്ങട്ട്. എന്നാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് അവളും എണീറ്റു. അല്ല, സൗദ എങ്ങോട്ടാ? സൗദ എവിടെ കിടന്നോ? ആ കട്ടിൽ കയറി കിടന്നോ? അല്ല, ഞാൻ വെറുതെ ഒന്ന്. വേണ്ട, നുസി പോയിക്കോട്ടെ, ഓൾ ഹസ്ബൻഡ് അവിടെ കാത്തുക്കുന്നുണ്ട്, ഓലെ ശല്യപ്പെടുത്തണ്ട, ഓല് ഉറങ്ങിക്കോട്ടെ, സമയം എമ്മണി അയക്കണ്. ശരിക്കും അത് വല്ലാത്തൊരു ഷോക്കായി മാറി. എങ്കിലും അവൾ കുഞ്ഞിനെ ഒന്ന് ഡൈനിങ് ഹാളിൽ ഇട്ടിട്ട് നല്ലോണം ഫാൻ ഇട്ടെന്ന് ഉറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞിനെയും എടുത്ത് ഡൈനിങ് ഹാളിലേക്ക് ഇരുന്നു. ഫാൻ ഇട്ടു. എന്നാൽ നുസൈബ റൂമിലേക്ക് കടക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നുസൈബ ഡി ഇവിടെ വാ.
എന്ത് ഇതാ എൻ്റെ പൊന്നാര നുസൈബ, ഈ ചെയ്യണ വല്ലാത്തൊരു മോശമാണ് കേട്ടോ. ഈ കണ്ട ആൾക്കാർ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അനക്ക് മാപ്പിള ഉണ്ടെന്ന് കരുതിയിട്ട് ഈ ഓൻ്റെ ഒപ്പം കിടക്കാൻ പോകണത് ശരിയാണെന്നേ? എല്ലാവരും കൂടി ഇവിടെ ഉള്ള സ്ഥിതിക്ക് ശരിയാണോ? ശരിക്കും സൗദയുടെ ആ ഒരു വാക്ക് കേട്ട് നുസൈബയുടെ മനസ്സ് വല്ലാതെ ഇങ്ങോട്ട് അത് ഉമ്മ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ അതല്ല അതിൻ്റെ അപ്പുറം പറയും. ഉമ്മാൻ്റെ കാര്യമൊക്കെ ഉണ്ട. ഉമ്മ എന്ന പ്രായമായതാണ്, അവർക്കറിയില്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ ഉള്ളതെന്നോ. അതൊന്നും ശരിയല്ല. എന്നാൽ ഈ സമയം നുസൈബയെ ഷമ്മാസ് കാത്തിരിക്കുന്നു. എത്രയായിട്ടും അവൾ അകത്തേക്ക് വരുന്നില്ല. നല്ല സംസാരം ഡൈനിങ് ഹാളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എന്ത് ഈ പെണ്ണിനവിടെ പണി? പുതിയ വീട്ടിൽ ആദ്യമായിട്ട് ഇവിടെ കൂടെയിട്ട് എന്ത് പെണ്ണ് വരാത്തത്? ഷമ്മാസ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നു. അവന് സാധാരണയായിട്ട് ബെഡ്റൂമിൽ കയറുമ്പോൾ നുസൈബയുള്ള സമയത്ത് ഫോൺ എടുക്കാറില്ല. അതവന് ഇഷ്ടമല്ല. കാരണം ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നുസൈബക്ക് അതൊരു വിഷമമാവും. എൻ്റെ ചിന്തകളെല്ലാം ഫോണിലായി പോയി, അവൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ചിന്താഗതി അവൾക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഫോൺ വരെ അവൻ മാറ്റി വച്ചിരുന്നു. പക്ഷെ നുസൈബ വരുന്നില്ല. എന്നാൽ ഈ സമയം ഡൈനിങ് ഹാളിൽ നിന്ന് സൗദിയും നുസൈബയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എടി പെണ്ണേ, നീ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. അതെ, ശരിക്കും മോശമാണ്. നമ്മളിപ്പോൾ ആണുങ്ങളുണ്ട് വിചാരിച്ചിട്ട് എപ്പോഴും നമ്മൾ ഓല പിന്നാലെ ഇങ്ങനെ നടക്കാൻ പാടില്ല. കുറച്ചൊക്കെ നമ്മൾ ഡീസൻറ്റിൽ നിൽക്കണം. ഇതിതാ കുറേ സ്നേഹം വാരി കോരി ചൊരിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? വേർപ്പെടും. ഉറപ്പാണ് നിങ്ങൾ വേർപിരിയും. ശരിക്കും നുസൈബക്ക് അത് കേട്ടപ്പോൾ ഭയം തോന്നി. അല്ലാ, അതേ പെണ്ണെ, ഞാൻ നവാസ്ക്ക് എന്തൊരു സ്നേഹമായിരുന്നു. ഞങ്ങൾ ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഒരു ദിവസം പിരിഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു. എന്താ ഈ അവസ്ഥ? ലാസ്റ്റ് ഇങ്ങനെ തീർന്നില്ലേ? ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരു വിളിയും വർത്താനം ഒന്നുമില്ല. ബന്ധം ഏർപ്പെട്ട പോലെ തന്നെയല്ലേ? എന്താണ് അവസ്ഥ? അതുപോലെ ആയിത്തീരും. അപ്പോഴേ നമ്മൾ കൂടുതൽ ആക്കാൻ പാടില്ല. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇന്നിപ്പോൾ എന്തായാലും ഷമ്മാസിൻ്റെ അടുത്തേക്ക് പോകുന്നത് ശരിയല്ല. നമുക്കിവിടെ സംസാരിച്ചെങ്കിലും ഇവിടെ ഇരിക്കേ. അതെ, ഷമ്മാസിൻ്റെ അടുത്തേക്ക് നുസൈബയെ പോകുവാൻ വരെ സൗദ സമ്മതിക്കാത്ത പോലെ. അതെ, ഓളിപ്പം അങ്ങനെ സുഖിക്കണ്ട. എന്താണെന്നില്ല, ഞാൻ മാപ്പിളില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക, ഓളുള്ള മാപ്പിളുടെ കൂടെ അവിടെ നിൽക്കുക. സത്യം പറഞ്ഞാൽ അതാ സൗദിയുടെ സ്വഭാവങ്ങളിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവളെ പുത്തൻ വീട്ടിലേക്ക് സ്വീകരിച്ചല്ലോ. എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും ഐഷുമ്മ സ്വീകരിക്കൂ എന്നുള്ള നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അവൾ വിചാരിച്ചു, ഇനി പുത്തൻ വീട്ടിലെ ഒരു കളി കളിക്കണം. കാരണം എങ്ങനെയൊക്കെ തന്നെയായാലും ഐഷുമ്മ മനസ്സ് അലിയുള്ള ആളാണ്. അതുകൊണ്ട് ഐഷുമ്മാനെ വെറുപ്പിക്കാതെ അങ്ങോട്ട് പോകണം. പക്ഷേ നുസൈബയോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. ആ ഒരു ഇഷ്ടം അത് കുറച്ചൊന്ന് കുറക്കും വേണമല്ലോ. എന്നാൽ സൗദിയും നുസൈബയും സംസാരിച്ചു കൊണ്ടിരിക്കുക. പോവില്ലടി, അവിടെ നിൽക്ക്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പുതിയ വീട്ടിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. എന്നാൽ നുസൈബയുടെ കുഞ്ഞ് കരയുകയും ചെയ്യുന്നു. ഐഷുമ്മ പെട്ടെന്ന് എവിടുന്നാ പഠിച്ചോനെ കുട്ടി ഒളിച്ചണത്? അല്ല, ഇനിയിപ്പോൾ ഓളെങ്ങാനും എന്ത് ഉറങ്ങിയിട്ടില്ലേ? എൻ്റെ ഷാമോനും ഓളും. ഉമ്മ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. അല്ലാ പഠിച്ചോനെ, അല്ല ഇവളിപ്പോൾ ഇവിടെ സൗദപ്പോൾ ഇതെവിടെ? എന്നാൽ ഐഷുമ്മ പതുക്കെ അതാ ഡൈനിങ് ഹാളിലേക്ക് എത്തി. ആ നല്ല കൂത്ത്. സമയം 10-12 മണിയായി തുടങ്ങിയിരിക്കണ്. നിങ്ങൾ രണ്ടാളത് എന്തിൻ്റെ പണിയാണ് ഇവിടെ എടുക്കണത്? വേഗം പോയി കിടന്ന. നുസിയാനെ എപ്പോങ്ങാനും പറഞ്ഞേച്ചേക്കണ്. ആ ഷാമോൻ ഉറങ്ങിയിട്ടുണ്ടോ? ഒന്നാണ്ട് ചെന്ന് കൊടുക്കണ്ടേ ജ്? ആ കുട്ടിനും കൈ പിടിച്ചിട്ട് ഇവിടെ നിൽക്കുക. വല്ലാത്തൊരു പുതുമ തന്നെ ഇപ്പം അത്. വേഗം പോയി കിടന്നാണ്. സൗദാ വന്ന് കിടന്ന. എന്താന്നില്ലേ ഓലി നട്ടപ്പാതിരേക്ക് എന്തെങ്കിലും ഇത്രത്തോനെ വർത്താനം പറയാനേ? അത് അന്ന് ആദ്യമായി നുസൈബയെ ഉമ്മ ചീത്ത പറഞ്ഞു. ഉമ്മക്ക് ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. എപ്പെങ്ങാനും പറഞ്ഞയച്ചേക്കണം ഓളെ ഞാൻ ആ കുട്ടിനെയിട്ട് അവിടെ പോയിക്കാണ്ടൊന്ന് കിടന്നുറങ്ങിക്കോന്ന് പറയാൻ. ഇപ്പോഴും ഓല് ഈ ഡൈനിങ് ഹാളിൽ കുറുവെന്നും പറഞ്ഞിരിക്കണേ. എന്താണ് ഇപ്പം എത്ര പേർക്ക് പറയാൻ റബ്ബേ? എന്നാൽ നുസൈബക്ക് വല്ലാത്തതായിട്ട് തോന്നി. ഉമ്മ ഞാൻ പോവന്നെയാണ്. വേഗം ചെല്ല്. അല്ലാ, വല്ലാത്തൊരു പുതുമ. ഒരു 10-11 മണിയാകുമ്പോഴത്തേനും ഒന്നുകൊണ്ട് ഉറങ്ങണ്ടേ? ഏതാനും പെരിയിൽ നിന്ന് ഇന്നെങ്കിലും ഒന്ന് കിട്ട്. ഇന്ന് 10-12 മണിയായി. ഇനിയിപ്പോൾ നീച്ചായി കിട്ടുന്നത്. നുസൈബ അതാ റൂമിലേക്ക് പോകുന്നു. എന്നാൽ ഷമ്മാസ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അല്ല നുസി, എന്തായിരുന്നു ഇത്രയും സമയം? നല്ല സംസാരമായിരുന്നല്ലോ. ഒന്നുമില്ലേക്ക, അത്
ഒരിക്കൽ പോലും അതാ നുസൈബ പറഞ്ഞില്ല സൗദ എന്നോട് അങ്ങോട്ട് കിടക്കാൻ പോകണ്ട എന്ന് പറയുന്നു എന്നുള്ളൊന്ന്. ഒന്നുമില്ല, ഞങ്ങൾ ഓരോന്ന്. എടിപെണ്ണേ, നിനക്കറിയുന്നതല്ലേ നേരത്തെ കിടന്നാൽ നേരത്തെ എണീക്കണം എന്നൊക്കെ. 1 മണിക്കൂറോളമായി നിങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചിരിക്കുന്നത്. എന്താ എത്ര തോന്നെ പറയാനുള്ളത്? ഒന്നുമില്ലിക്ക. ആ കുഞ്ഞ് ഉറങ്ങിയോ? ഇപ്പം ഉണർന്നു പാൽ കൊടുക്കതിന്. അങ്ങനെ അതാ കുഞ്ഞിന് പാല് കൊടുത്ത് അതാ ഷമ്മാസിൻ്റെ കൈകളിൽ കൊടുക്കുന്നു. ആ എവിടെ ഉപ്പച്ചിൻ്റെ ഫാത്തിമക്കുട്ടി എവിടെ? അതെ, കുഞ്ഞ് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നല്ല ഉറക്കമുണ്ട് കേട്ടോ, ഉറങ്ങിക്കോട്ടെ. ഷമ്മാസിൻ്റെ കൈകളിൽ അതാ കുഞ്ഞിനെ അവൻ താരാട്ട് പാടി ഉറക്കി ആ ഒരു ബെഡിൻ്റെ അരികിലായിട്ട് കിടത്തി. നുസി, എന്തിക്ക ഇവിടെ വന്നേ? എപ്പോഴും തിരക്കും പ്രശ്നവും പ്രയാസങ്ങളുമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോടൊന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ ഒരു സമയം കിട്ടാത്ത പോലെയാണ്. രാത്രി ഓരോ തിരക്കുകളും കാര്യങ്ങളായിട്ട് വേഗം വന്ന് കിടന്നുറങ്ങും, ക്ഷീണിച്ചങ്ങ് ഉറങ്ങിപ്പോവും. നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാൻ തന്നെ ഒരു ടൈം കിട്ടാത്ത പോലെ. നിനക്കൊഴിവില്ല എനിക്കൊഴിവില്ല എന്ന് പറഞ്ഞ പോലെ. അല്ല, ഇനിയിപ്പോൾ നാളെ മുതൽ ക്ലാസ്സിനും പോവില്ലേ? ഇക്ക എന്താ? അല്ല ഒന്നുമില്ല, നീ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെന്തൊക്കെ, വീട്ടിലെ ആളൊക്കെ ഇല്ലേ ഇഷ്ടം പോലെ, അതൊന്നും പ്രശ്നമല്ല. ഒന്നുമല്ല, എന്നാലും നീ ഉണ്ടാകുമ്പോൾ അതെനിക്കൊരു സമാധാനമാടി. നീ എന്താണ് വീട്ടിലേക്ക് കടന്ന് കയറുമ്പോൾ ഒരു സന്തോഷമാണ് സത്യമായിട്ടും. ഇക്ക അത് പിന്നെ എന്തെങ്കിലും പഠിക്കണ്ടേ? ഉമ്മയുടെ ആഗ്രഹമായിരുന്നു അതൊക്കെ. ആയിക്കോട്ടെ, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സെറ്റാക്കിയതല്ലേ, പിന്നെയല്ലേ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണെ. സത്യം പറഞ്ഞാൽ അന്നാക്കണ്ട ഹിജാബി, എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ഹിജാബി, നുസൈബ എന്നുള്ള പേരുള്ള ഹിജാബി. പക്ഷേ ഉമ്മയും നീ ആദ്യമേ വലിയ ഫ്രണ്ട്സാണെന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. എന്തായാലും മാഷാ അല്ലാ, പടച്ചോൻ്റെ ഒരു വിധി അല്ലേ. ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഹിജാബി എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട മരുമകളാണ് എന്നറിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. സത്യമായിട്ടും എൻ്റെ ഹിജാബി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണടി ഞാൻ ഹാപ്പി ആയത്. സത്യമായിട്ടും നുസീബ് ഒരുപാട് സന്തോഷിച്ചു. റബ്ബേ, കുറച്ച് ജീവിതം കഷ്ടപ്പെട്ടു എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അതെ, പിന്നീട് എനിക്ക് കുളിർമഴയായി വന്നത് എൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസായിരുന്നു. സത്യമായിട്ടും അങ്ങനെ അത് ആ സുന്ദരമായ രാത്രിയിൽ നുസൈബയും ഷമ്മാസും ഒരുമിക്കുകയാണ്. എന്നാൽ ഈ സമയം സൗദ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് മറ്റേ റൂമിൽ. തൊട്ടപ്പുറത്തായിട്ട് അതാ സത്താറിൻ്റെ ഭാര്യയും മക്കളും കിടക്കുന്നുണ്ട്. എന്നാൽ സത്താറിൻ്റെ ഭാര്യയും മക്കളെയും കാണുന്നത് തന്നെ സൗദക്ക് ഇഷ്ടമല്ല. എന്താന്നില്ലേ, ഓരോരുത്തരൊരു ഇങ്ങോട്ട് വന്ന് കൂടിയപ്പോൾ എല്ലായിടത്തും വന്ന് കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓല കൂട്ടത്ത് കിടക്കണേ ഇഷ്ടമില്ല. ഉമ്മാൻ്റെ പണിയാണ് ഇപ്പം അത്. ഉമ്മ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്നിപ്പോൾ എല്ലാവർക്കും അവിടെ കിടന്നാൽ പോരാ. അപ്പോത്തിന് മണവാട്ടിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കണം ഷമ്മാസിൻ്റെ അടുത്തേക്ക്. ഒരാൾ മാത്രം ഇങ്ങനെ ജീവിതത്തിൽ സുഖിക്കുക, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇങ്ങനെ നിൽക്കുക. എന്തായാലും എൻ്റെ ഹസ്ബൻഡ് നവാസ് ഇനിയിപ്പോൾ മൂപ്പരെ കുറിച്ച് ചിന്തിക്കണ കാര്യത്തിൽ എനിക്ക് എന്തെനിക്കറിയില്ല, എന്നെ ഇഷ്ടപ്പെടുമോ അറിയില്ല. ഞാനും കുറച്ച് അഹങ്കാരം കാണിച്ചു. ഇപ്പോൾ പിന്നെ മൂപ്പര് വേറെ പെണ്ണൊക്കെ കെട്ടിയില്ലേ, ആദ്യത്തോളം തിരിച്ചെടുത്തൊക്കെ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ സ്നേഹം പ്രതീക്ഷിച്ചിട്ട് കാര്യം ഉണ്ടാവുമോ എനിക്കറിയില്ല. എന്തായാലും പുത്തൻ വീട് തറവാട് വിട്ട് ഞാൻ പോവില്ല, ഇനി ഇവിടെയാണ് നിൽക്കുക. എന്തായാലും വേണ്ടിയില്ല, നവാസ് ഖാൻ്റെ ഒരു കുട്ടിനെ കിട്ടിയതും വലിയ ഭാഗ്യം. സൗദ ഓരോന്ന് മനസ്സിൽ ഉറപ്പിച്ച്. അവൾക്ക് ഉറക്കം വരുന്നേ ഇല്ല. അപ്പോഴേക്കും സത്താറിൻ്റെ ഭാര്യയുടെ കൂർക്കം വലി ദേഷ്യം പിടിക്കണേ. തള്ള കൂർക്കം വലിക്കണേട്ടില്ലേ, എനിക്ക് ഇഷ്ടമില്ല ഇവർ റൂമിലൊന്നും കിടക്കണത്. എന്തിനിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നതാവാം. എന്തായാലും അപ്പുറത്ത് ഓൾക്ക് നല്ല സുഖം. നുസൈബക്ക് നല്ലൊരു ഭർത്താവിനും കിട്ടിയേക്കണ്, നല്ല ഉഷാറുള്ള ചെക്കനും എല്ലാം കൊണ്ടും. നവാസ്കൊക്കെ ഞാനൊന്ന് തെറ്റിപ്പോയി വിചാരിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ നുസൈബക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ് ഷമ്മാസ്. എന്താ ഓല് തമ്മിലുള്ള സ്നേഹം, സംസാരം, ചിരിയും കളിയും. ഉമ്മ പറഞ്ഞേക്കാണ് അവിടെ പോയി കിടന്നോ, അവിടെ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട്. ഭാര്യയും ഭർത്താവും വേറിട്ട് കിടക്കാൻ പാടില്ല. അപ്പം ഞങ്ങളെ കാര്യം ഉമ്മ ചിന്തിച്ചില്ല. ഒരു ദിവസം അങ്ങനെ തെറ്റിപ്പോയെന്ന് വിചാരിച്ചിട്ട് നവാസ്ഖാനെ പറഞ്ഞേക്കേണ്ടത് തന്നെയല്ലോ ഉമ്മ. അത് പറഞ്ഞയച്ചില്ല. ഉമ്മ നല്ല സാധനമാണ്, നല്ല മാറ്റം കാട്ടലുണ്ട്. നവാസിന് വേറെ കണ്ണുകൊണ്ടാണ് കാണുന്നത്, അതുപോലെ ഷമ്മാസിനെ വേറെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഷമ്മാസിനും നുസൈബിനും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവർ വേറിട്ട് നിൽക്കാൻ പാടില്ല, വേറിട്ട് കിടക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത്.
ഇതാ ഇത്രയും ദിവസം വേറിട്ട് ഞാൻ നവാസ്ക്ക് നിൽക്കുകയാണല്ലോ, എന്നിട്ട് പോലും ഉമ്മ അതിനെക്കുറിച്ചൊന്നും പറയണം ചിന്തിക്കണമെന്നില്ല. ഉമ്മാക്കല്ലെങ്കിൽ അന്ന് തന്നെ പറഞ്ഞയച്ചുകൂടായിരുന്നു നവാസ്ഖാൻ എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര നല്ല മട്ടത്തിന് എത്ര ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിക്കേണ്ടില്ലായിരുന്നു. അത് കുറേ ഞാൻ സഹിച്ചു, കുട്ടീനെ കാണാനില്ലാതായിട്ടും അങ്ങനെയായിട്ടും ഇങ്ങനായിട്ടൊക്കെ. ഇപ്പോൾ ഉമ്മാക്കല്ലെങ്കിലും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ്. അതൊന്നും സാരമില്ല. ഏതായാലും ഷമ്മാസും നുസൈബയും നല്ല മട്ടത്തിൽ അവിടെ കഴിയുന്നുണ്ടല്ലോ, അത് കണ്ട് അസൂയപ്പെട്ട് വളർക്കിരിക്കാം. റബ്ബേ, സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സമയം 4 മണി. ഐഷുമ്മ എഴുന്നേറ്റു. അല്ലാ പഠിച്ചോനെ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വലൈഹി നുശൂർ. പഠിച്ചോനെ അല്ലാ, എവിടെ ഇതിപ്പോൾ നമ്മളെ അഫ്സൻ്റെ വീടാണല്ലേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഒരു ദിവസം ഇവിടെ കിടന്നു റാഹത്തായി. ഐഷുമ്മ പതുക്കെ എഴുന്നേറ്റു. അല്ലാ പഠിച്ചോനെ, ഉറങ്ങിങ്ങോട്ട് നീച്ചുമ്പോഴേ കാലിങ്ങോട്ട് നിലത്തേക്ക് ഇങ്ങോട്ട് വെക്കാൻ ഇങ്ങോട്ട് കഴിയൂല. ഒരു സൂചിത്തണ മാരിയോ എന്തൊക്കെയോ ഇങ്ങോട്ട് ഒരു ഉറപ്പ് ഇങ്ങോട്ട് കിട്ടൂല. ഒന്നും ഇങ്ങോട്ട് നടന്ന് ശരിയായാൽ ശരിയാവും. അല്ലാ പഠിച്ചോനെ, ഓഹ് അല്ലാ. ഐഷുമ്മ പതുക്കെ എഴുന്നേറ്റു. എന്നാൽ ഐഷുമ്മ എഴുന്നേൽക്കുന്നത് സത്താറിൻ്റെ ഭാര്യ കണ്ടു. ഉമ്മ ഞാൻ പിടിക്കുക തരി. വേണ്ട മോളെ, ഞാൻ നടന്നോളാം. തരുമ്മ, ഞാൻ കൈ പിടിക്കുക. അല്ലേ ഇപ്പോൾ കുഴപ്പമില്ലക്ക. എന്താണെന്നോ, നീച്ച് കാണുകൾ നടക്കുമ്പോൾ ഒരടി ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് ഒരു എന്തൊക്കെയോ ഒരു കാലിനുള്ളിൽ കൂടെ എടുത്ത് ഇങ്ങോട്ട് പൊറുതിയോട് ഇങ്ങോട്ട് വരും. അമർത്തി ചവിട്ടാൻ കഴിയില്ല, കാലിങ്ങോട്ട് വേദനയായിട്ട്. പിന്നെ റെഡിയാവും. അത് ഈ കാലിൻ്റെ അതിനെ ഒരു ഇവിടെ എല്ലുണ്ടല്ലോ, അതിന് നീര് വരിക എന്നാണ് പറഞ്ഞത്. ഉമ്മ വരി, ഞാൻ പിടിക്കുക. വേണ്ട മോളെ, ഒക്കെ ശരിയായിക്കോളും. അല്ലാ. അങ്ങനെ അതാ ഐഷുമ്മ ബാത്റൂമിലേക്ക് പോകുന്നു. പഠിച്ചവനെ, ഓഹ് ബിസ്മില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു മിനൽ ഖുബൂസിൽ ഖബായിസ്. ഏതായാലും ഇവിടെ യൂറോപ്യൻ ആയത് നന്നായി. മറ്റേത് നമ്മളേ നമുക്ക് ഇരിക്കാൻ കഴിയൂലേ, ഇങ്ങോട്ട് മടങ്ങി കിട്ടൂലേ. ഏറ്റവും നല്ലത് സാധാ ഇന്ത്യൻ ക്ലോസറ്റ് തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. യൂറോപ്യനിൽ ഇങ്ങോട്ട് ഇരിക്കാനല്ല. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഉണ്ടായിട്ടൊന്നല്ല, പണ്ടത്തെ കാലത്ത് തൊടുക്കോല തന്നെയായിരുന്നു. അപ്പോൾ അച്ഛൽക്ക് ഇരുന്ന് കണ്ടതിന് കാര്യം സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലോ, ഇപ്പോൾ ഈ തണ്ടും തടിയും കൂടി, പ്രഷറും പ്രമേയവും കൂടി, ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനും വയ്ക്കാതായി, സൗകര്യം കൂടി, യൂറോപ്യൻ ക്ലോസറ്റായി. കാലിന് മുട്ട് വരെ മടങ്ങൂല. പണ്ടത്തെ കാലത്തോ യൂറോപ്യൻ ഉണ്ടായിട്ടേനോ എല്ലാവരും തൊടുക്ക് അങ്ങനെ പോവേനു. അന്ന് വയ്ക്കാത്തവരില്ലേ. ഇപ്പോഴത്തെ മാതിരി സൗകര്യം കാര്യം അന്നും ഇല്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ അതാ ഐഷുമ്മ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പുറത്തൊരു പൈപ്പുണ്ട് ഉളൂഹ് ചെയ്യുവാനായിട്ട്. അതിൽ നിന്ന് ഉളൂഹ് ചെയ്ത് തിരിച്ചു വന്നു. അല്ലാ. എന്നാൽ അപ്പോഴേക്കും അതാ ഹഫ്സ ഓടിയെത്തുന്നു. ഉമ്മ ഇതാ നിസ്കാര കുപ്പായം. അല്ലാ, നിങ്ങൾ മോളെ ഇജ് പിന്നെ നോക്കിക്കേനോ? അല്ലമ്മ, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അതന്നെയാണ് ഒരു പേരൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെയാണ്. പെൺകുട്ടികൾ നേരത്തെ കാലത്ത് നീച്ച് നിസ്കരിക്കുക, അതന്നെയാണ് ഒരു പേരൻ്റെ ബർക്കത്ത്. അതിനും വലിയ ബർക്കത്തിന് എന്താ കുട്ടി ഇവിടെ ഉള്ളത്? ഇത് മനസ്കാര കുപ്പായം. അല്ലാ, അൽഹംദുലില്ലാ. ഏതായാലും പഠിച്ചവനെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നല്ലോണം ഉറങ്ങിക്കണ്, ഉറക്ക് നല്ലോണം കിട്ടിക്കണ്. ചിലപ്പോൾ ഒരു പൊറുതിയായിട്ടാണ്, തലക്കൊക്കെ ഇങ്ങനെ ഇതായിട്ടേ ഒരു ഉറക്കം ഇങ്ങനെ അങ്ങോട്ടൊരു മുറുകാത്ത മാതിരി തോന്നും. ഓരോന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ ഓരോ പ്രയാസങ്ങൾ ഉണ്ടായിട്ടേ മനസ്സൊക്കെ ഇടങ്ങാറേ. അൽഹംദുലില്ലാ. എന്നാലും തഹജ്ജു നിസ്കരിച്ച് പടച്ച റബ്ബിലേക്ക് അതൊക്കെ കൊണ്ട് അർപ്പിക്കുമ്പോഴേ എവിടുക്കണ വിഷമം ദുഃഖം പോവുക മനസ്സിലാവില്ല. ഏതായാലും പഠിച്ചവനല്ലേ. എടീ മക്കളോ? മക്കളിപ്പോൾ എഴുന്നേക്കും. മക്കളിപ്പോൾ തന്നെ വിളിച്ചോണ്ടേ, ചെറിയറ്റിങ്ങളല്ലേ. അതുമ്മ അവർ തഹജ്ജുദൊക്കെ നിസ്കരിക്കും, ഞാൻ നിസ്കരിക്കും. ഞാനും മിണ്ടാതെ അപ്പോഴേക്കും ഒച്ചപ്പാട് കേട്ട് എണീക്കും. മാഷാ അല്ലാ. അങ്ങനെ തന്നെ അടി ഹയറായ മക്കളായി കഴിഞ്ഞാൽ ഏതായാലും അൽഹംദുലില്ലാ വല്ലാത്തൊരു സന്തോഷം തന്നെ. അപ്പോഴേക്കും സൗദിയുടെ ഉപ്പയും ഉണർന്നിരുന്നു. അല്ലാ. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ബാങ്ക് കൊടുത്തിട്ടില്ല. എന്നാൽ ഈ സമയം നുസൈബയും ഷമ്മാസും ഇക്ക അല്ല സമയം എത്ര? അല്ല 4:00 ഓഫ് പഠിച്ചോനെ, അറിഞ്ഞില്ല. ഇന്നലെ എപ്പോഴാണ് പെണ്ണ നീ കിടക്കാൻ വന്നത്? അതുകൊണ്ടല്ല ലേറ്റായത്. അത് എന്നാലും കുഴപ്പമില്ലല്ലോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ കിടക്കാൻ. അത് പിന്നെ അല്ല പെണ്ണ്, ഞാൻ സത്യമായിട്ടും അതാ പറയണത്. ഷമ്മാസ് പെട്ടെന്ന് ഫ്രഷായി. അവൻ തഹജ്ജുദ് നമസ്കരിച്ച്
നേരെ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഹഫ്സയും നുസൈബയും എല്ലാവരും എഴുന്നേറ്റു. സത്താറിൻ്റെ ഭാര്യയും പാവം അവളും. അതിനിടയ്ക്ക് സൗദയുടെ കുട്ടി ഉണർന്നു. സൗദ ഒന്നുകൂടി ആ കുട്ടിക്ക് പാല് കൊടുത്ത് വീണ്ടും കിടന്നുറങ്ങുമ്പോൾ പിതാവ് അങ്ങോട്ട് വന്നു. മോളെ സൗദ, മോളെ. ഐഷുമ പറഞ്ഞു. ഓള് കുട്ടീനെ ഉറക്കാണ്. സൗദ ബാങ്ക് കൊടുക്കാനയക്കണ്, എഴുന്നേൽക്കും മോളെ. അതെ, തൻ്റെ കൊച്ചു മക്കളെല്ലാം എഴുന്നേറ്റു. സൗദ വീണ്ടും ഒന്നുകൂടി അവിടെ മൂടി പൊതിച്ച് കിടക്കാൻ തോന്നുന്നുണ്ട്. സൗദ, നിസ്കരിക്കും മോളെ, വേഗം എഴുന്നേറ്റ്. അതെ, നിസ്കരിക്കുന്നവർക്ക് വിജയമുണ്ടെന്നല്ലേ, വേഗം എഴുന്നേൽക്ക്. ആ പിതാവിൻ്റെ പക്വതയാർന്ന സംസാരം അത് സൗദയുടെ ചെവിയിലുമെത്തി. അവൾ അപ്പോഴൊന്നും ഉണരാൻ വിചാരിച്ചിരുന്നില്ല. അവളും പെട്ടെന്ന് ഫ്രഷായി ഉളൂഹ് ചെയ്ത് നമസ്കരിച്ചു. ഉപ്പ, കുട്ടി ഉറങ്ങിയിട്ടില്ലേനുപ്പാ രാത്രി? അതെന്താടി, കുട്ടികൾ ഉറങ്ങിയില്ല വിചാരിച്ചു നമുക്ക് തള്ളാർക്ക് ഒരു കുഴപ്പവും പറ്റൂല. അതിനൊക്കെ ഉള്ള വിട്ടുവീഴ്ച പഠിച്ചൊന്നും ചെയ്തേക്കണേ. ഇനി കുട്ടികൾക്ക് വേണ്ടി ഉറക്കം വെച്ച് വിചാരിച്ച് കണ്ട് രാവിലെ ആർക്കെങ്കിലും ക്ഷീണങ്ങൾ കണ്ടേക്കണം, ഉണ്ടാവില്ല. അതൊരിക്കലും ഉണ്ടല്ലോ. നമുക്ക് ഉഷാറാണ് പഠിച്ചോൻ തരിക. അള്ളാഹു നൽകിയ മക്കളല്ലേ, നമ്മൾ സംരക്ഷിക്കണം. ഉപ്പ തുടങ്ങി ഉപദേശം. ഉമ്മാനൊക്കെ ഇങ്ങനെ ഉപദേശിച്ച് കഴിഞ്ഞാലേ ഉമ്മാക്ക് ദേഷ്യമാണ്. ഉമ്മാക്ക് അല്ലെങ്കിൽ ഇഷ്ടമില്ല. അപ്പോൾ എന്തോ ഒരു ഉപദേശം. അപ്പോഴേക്കും ഹഫ്സ എല്ലാവർക്കുമായി ചായ ഇടുകയാണ്. മോളെ, ഉമ്മ വിളിച്ചു. ഉമ്മക്ക് എന്ത് ചായ വേണ്ടത്? പാൽ ചായ വേണോ, കട്ടൻ ചായ വേണോ? മോളെ, ഞാൻ കുടിച്ചാണെങ്കിൽ പാൽ ചായ കുടിച്ചുള്ളൂ. കട്ടൻ ചായക്ക് എനിക്ക് വലിയൊരു തൃപ്തി ഇല്ല. എന്നാലോ ചിലപ്പോൾ ഒരു ഇഷ്ടമാണെന്നും. അപ്പോൾ ഉമ്മക്ക് ഒരു മധുരം കുറഞ്ഞ അതിൻ്റെ നുസിക്ക് അറിയാം, അതിൻ്റെ മട്ടൊക്കെ ഞാൻ ഇനിയിപ്പോൾ ഉമ്മ എനിക്കറിയാം, ഞാനവിടെ നിന്നിട്ടിപ്പോൾ ശീലമായതല്ലേ. ഉമ്മക്ക് അതിനകത്തൊന്നും വേണ്ട. നിസ്കരിച്ച് കഴിയുമ്പോഴത്തിന് നല്ല പാലിൽ കുറച്ച് നല്ലോന്നൊരു പൊടി ഇട്ടുകാണ്ടേ ഒരു കറുമ്പ് പഞ്ചാര, ഒരു ചിറോം പഞ്ചാരട്ടൊന്നും ഇളക്കി കൊടുന്നാൾ, അത് മതി. അതെന്താ വെച്ചാൽ മധുരം കൂട്ടാൻ പാടില്ല എന്ന് പറയും. എന്നോട് പറയാനെന്താ, ഈ മധുരം കണ്ട് കുടിച്ചാൽ എനിക്ക് മധുരമില്ലാത്ത ചായ കണ്ട് ഇറക്കാൻ വയ്ക്കൂല, കയ്പുകൊണ്ട്. തുള്ളൊന്ന് മധുരം ഒന്ന് പാറിച്ചണം, എന്നാലും എനിക്ക് ഒന്നൊരു പുളി ഓടിച്ചണം. അതാണ് എനിക്കിഷ്ടം. ഉമ്മ ആയിക്കോട്ടെ. സന്തോഷത്തോടു കൂടി അവൾ എല്ലാവർക്കുമുള്ള ചായയും കടികളും എല്ലാം എടുത്തു വെച്ചു. മക്കളെ, ഇതെല്ലാവരും കഴിച്ചോളി. അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചിരുന്നു. എല്ലാവരും പള്ളിയിലേക്ക് പോയി, ഷമ്മാസും ഉപ്പയുമെല്ലാം. അവിടെ എല്ലാവരും സുബഹി നമസ്കാരവും കഴിഞ്ഞു. എല്ലാവർക്കുമായി ചായ ഹഫ്സ വിളമ്പി സന്തോഷത്തോടു കൂടെ. ഐഷുമ പറഞ്ഞു, മോളെ അൽഹംദുലില്ലാഹ്, ഈ സുബഹി നിസ്കാരം അത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഖുർആൻ പാരായണം എല്ലാം കൂടി ആകുമ്പോൾ ഈ വീട് ബർക്കത്തായിരിക്കും. ആ കുഞ്ഞുമക്കൾ പതിവ് പോലെ ഖുർആൻ പാരായണം ചെയ്യുന്നു. എന്നാൽ ഐഷും അത് കേട്ട് നോക്കി നിന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുണ്ടല്ലോ എൻ്റെ പൊന്നാരേ മക്കൾ. ഏതായാലും വല്ലാത്തൊരു റഹ്മത്തിനാണ്. പഠിച്ച റബ്ബ് നിലനിർത്തി തരട്ടെ, ആമീൻ. ആ മക്കളുടെ മനോഹരമായ ഖുർആൻ പാരായണം ഐഷുമ്മ കേട്ടുകൊണ്ടേയിരുന്നു. ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മക്കളെ, നിങ്ങളെ പോലത്തെ മക്കളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പഠിച്ചോനെ, എല്ലാ കണ്ണേറിന് തൊട്ടും സിഹറിന് തൊട്ട് കാത്തു രക്ഷിക്കണ എൻ്റെ മക്കൾക്ക് റഹ്മാൻ എന്നീ കാവലേഗ്. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള കേരളക്കാരൻ മട്ടം ചെയ്യൂല. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ആ മക്കളാണ്. സ്വാലിഹായ മട്ടത്തിലെ ഒരു മുഖമൊക്കരറ്റങ്ങൾ ഊരിനില്ല. എന്തോ ഒരു മട്ടത്തിന് റബ്ബേ. ശരിക്കും അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്നാൽ അവരുടെ കൂടെ ഐഷവും ഉണ്ടായിരുന്നു ഈ ഒരു കളികളിലൊക്കെ. ഐഷവും അവരുടെ കൂടെ തന്നെ ഖുർആൻ പാരായണത്തിന് വേണ്ടി തട്ടമിട്ട് ഇരിക്കുന്നത് കണ്ട് ഐഷുമ്മ കരഞ്ഞു പോയി. മോളെ, ഇങ്ങളൊക്കെ തന്നെയാണ് നാളെ ഉമ്മാർക്കും ബാപ്പാർക്കും ഉള്ള റഹ്മത്തായ മക്കൾ. നിങ്ങൾ ദ്വായും പ്രാർത്ഥനയും ഇങ്ങനെ ശീലാക്കി കഴിഞ്ഞാൽ നല്ല മട്ടാണ്. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ മക്കളുടെ പ്രാർത്ഥന നമുക്കുണ്ടാവും. അതെ, അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ. മക്കളെ, ദീന് പഠിപ്പിച്ചോളി മക്കളെ. ഏതായാലും അബൂബക്കർക്ക് ആ മട്ടത്തിൽ അതിൻ്റെ അടിയിൽ കുട്ടികളെ ദീന് പഠിപ്പിച്ചുകൊണ്ട് എന്തോ ഒരു നല്ല മക്കളായിട്ട് ഖുർആനൊക്കെ ഓതുന്നു റബ്ബേ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷമ്മാസ് അങ്ങോട്ട് വന്നു. അതെ, സൗദിയുടെ ഉപ്പയും. ഉമ്മ, മോനെ, ചായ കൊണ്ടു വെച്ചിക്കണേ, ഇത് കുടിച്ചാളേ. ഉപ്പ, ഇതാ ചായ കുടിച്ചോളി. കുടിക്കാം. മോളെ സൗദ എന്താ ഈ പരിസരത്തേക്കൊന്നും വരാത്ത? ഓള് കുഞ്ഞിന് പാല് കൊടുക്കായിരിക്കും. സൗദ മോളെ, ഉപ്പ വിളിച്ചു. എന്തിപ്പാ? മോൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഇവിടെ നിന്നോ? അതല്ല നല്ലത്.
അല്ല ഇന്ന് തന്നെ പോകണം. അതെന്താ എൻ്റെ നവാസൊന്നും അവിടെ ഇല്ലല്ലോ, ഇവിടെ 2 ദിവസം നിന്നോ. ഐഷുമ്മയൊക്കെ പോകുവാനുള്ള തിരക്ക് കൂട്ടൽ തുടങ്ങി. ഷമ്മാസ് പറഞ്ഞു ഇപ്പം തന്നെ ഇറങ്ങണം എന്നുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഹഫ്സ പറഞ്ഞു, പൊന്നു മക്കളെ നിങ്ങൾ ആരും പോവില്ലേ, അത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കട്ടെ. അവൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് എത്തി എല്ലാവർക്കുമുള്ള ചായയും കടിയും കറിയും എല്ലാം ഉണ്ടാക്കുകയാണ്. എന്നാൽ നുസൈബയും അങ്ങോട്ടെത്തി കൂടിക്കൊടുത്തു. വേണ്ട നുസിയെ, ഞാൻ ചെയ്തോളാം, നിങ്ങൾക്ക് മക്കളുള്ളതല്ലേ, നിങ്ങളെ മക്കളെ നോക്കി അവിടെ ഇരുന്നോളി, ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഒക്കെ ചെയ്തോളാം, എനിക്ക് ഒരു ഹെൽപ്പും വേണ്ട. എന്നാൽ ഐഷമ്മ, എടീ മോളെ, അല്ലാ ഏതായാലും പഠിച്ചോൻ നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. സന്തോഷമായി ഇവിടെ നിന്നിട്ട്. എന്താ കുട്ടിച്ച് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം, ഇനിയിപ്പോൾ അവിടെ പോയി കാണാൻ ഷാമോ എന്തേലും പീടിയിൽ നിന്ന് കൊടുന്നോളും, അതേ കാരം നല്ലത്. ഞങ്ങളാണ് പോട്ടെ, ഞാൻ അല്ലമ്മ എല്ലാം ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും കറിയും എല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നൂൽപുട്ട് വേണ്ടവർക്ക് അത് കഴിക്കുക, പത്തിരി വേണ്ടവർക്ക് അതുണ്ട്, ചിക്കൻ കറി ബീഫ് അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് മോളെ അതൊക്കെ ഞങ്ങൾക്ക് ആക്കും പോലെ അങ്ങനെ ഞങ്ങളാണ് പോട്ടെ. അല്ലമ്മ, അപ്പോഴേക്കും അവൾ ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നാൽ സന്തോഷത്തോടു കൂടി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. എന്നാൽ അതാ ആദ്യം തന്നെ സത്താറിൻ്റെ മക്കൾ അവിടെ കയറിയിരുന്നു. സൗദ അത് കണ്ടു. അതെ, ഇവിടെ വലിയ ആൾക്കാരൊക്കെ ഇരിക്കാണ്ട്, എന്നിട്ടാണ് നിങ്ങൾ ഇരിക്കുക, നീച്ചാൻ അവിടുന്ന്. ശരിക്കും ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് സൗദ മക്കളോടത് പറയുന്നത് നുസൈബ് കേട്ടു. നിങ്ങൾ അങ്ങനെ പറയല്ലേ, നമ്മൾ അനിയത്തിമാരെ പോലെ തന്നെയല്ലേ ഇതൊക്കെ. അനിയത്തിമാരെ പോലെ വേഗം കയറി ഇരുന്നിക്കണ്. ഇവിടെ ഷാമോ ഇരിക്കാണ്ട്, ഉപ്പ ഇരിക്കാണ്ട്, ഉമ്മ ഇരിക്കാണ്ട്, എല്ലാവരും ഇരിക്കാണ്ട്. ആ മക്കൾ കണ്ട ഭക്ഷണം വെച്ചപ്പോത്തിന് കയറി ഇരിക്കണേ. എന്താന്നില്ല ഓല ഇറക്കിക്കാം, മക്കളെ നീച്ചാ നിങ്ങൾ. അല്ല വേണ്ട. എന്നാൽ അതാ ഐഷുമ്മയും ഷമ്മാസും ഒക്കെ ഭക്ഷണത്തിൻ്റെ ആ ടേബിളിൻ്റെ ചുറ്റുഭാഗത്തുമായി ഇരുന്നപ്പോൾ അതെ മക്കൾ ഇറങ്ങി കളിപോലൊക്കെ ഇരുന്നോട്ടെ. എന്തിന് മക്കളെല്ലാവരും ഇരിക്കേ. മക്കൾ ഒരിക്കലും നമ്മൾ എഴുന്നേൽപ്പിക്കാൻ പാടില്ല, ആ മക്കൾ വേദനിക്കാൻ പാടില്ല. ഒരു നാളേക്കുള്ള മക്കളാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കണം ചെറിയ മക്കൾ ഒരിക്കൽ പോലും വേദനിപ്പിക്കരുത്. അവർക്ക് ചില പള്ളിക്കെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം, അതെ പള്ളിക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരുത്, ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കണം അങ്ങനെയൊക്കെ. പക്ഷേ ആ പള്ളികളിലേക്ക് വരുന്ന കുട്ടികളാണ് നാളത്തെ അവിടുത്തെ നിസ്കരിക്കേണ്ട ആൾക്കാർ. പള്ളികളിൽ അത്ര പേടിച്ച് ഇതാകുന്നല്ല, അള്ളാഹിൻ്റെ റസൂൽ നിസ്കരിക്കുമ്പോഴേ അതെ ഹസൻ ഹുസൈൻ എന്നവർ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ തോളിൽ കയറി ഇരുന്നിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു, എന്നാലും എതിർത്തിട്ടില്ലായിരുന്നു. മക്കളെന്ന് വെച്ചാൽ അങ്ങനെ മക്കൾ വരി സ്നേഹത്തോടെ അതാ ഹഫ്സയും ഉമ്മയും മക്കൾക്കെല്ലാം ഭക്ഷണം കൊടുത്തു. ഒത്തിരി സന്തോഷമായി. അത് അവർ ആർത്തിയോടെ അത് കഴിച്ചു എല്ലാ മക്കളും. എന്നാൽ സൗദയുടെ അനിയത്തിമാർ അത്രയങ്ങ് അതൊന്നും ശീലമായിട്ടില്ലായിരുന്നു അവർക്ക്. എന്നാലും മക്കളും എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഷമ്മാസ് പറഞ്ഞു, മാഷാ അല്ലാ അടിപൊളി ഫുഡാണ് കേട്ടോ. അല്ലിത്ത ഇത് തമിഴ്നാട് സ്പെഷ്യലാണോ? അത് കേട്ട് അബൂബക്കർക്ക് ചിരിച്ചു. അങ്ങനെയൊന്നുമില്ല, ഓളിപ്പോൾ ഇന്ത്യൻ ഭക്ഷണം, കേരള ഭക്ഷണം, തമിഴ്നാട് ഭക്ഷണം, അറബിക് ഭക്ഷണം അങ്ങനെയൊന്നുമില്ല. ഓള് ചിലപ്പോൾ ഒരു ഉപ്പും മുളകിട്ടാലും വല്ലാത്തൊരു ടേസ്റ്റായിട്ട് അത് തോന്നിക്കണ്. എന്നാൽ അത് സൗദ കേട്ടപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത്, അപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ പെറ്റമ്മ ഉണ്ടാക്കിയിരുന്നത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ. എന്നാൽ എല്ലാവരും ചിരിച്ചപ്പോൾ സൗദയുടെ മുഖം മാത്രം കനത്തു. അത് അവൾക്ക് എളാമയെ അങ്ങനെ പറഞ്ഞ് തീരെ പറ്റിയില്ല. എടി എന്താ സൗദേ നീ ഭക്ഷണം കഴിക്കാത്തത്? ഐഷമ്മ പറഞ്ഞു, മതി, രസം ഉണ്ടായിട്ട് വേണ്ടേ തൊള്ളിക്ക് ഇത് വെക്കാൻ. നിങ്ങൾക്ക് എങ്ങനെ തിന്നുന്നത്? ശരിക്കും കേട്ടവരെല്ലാം എന്താ അനക്കെന്നെ നാവുമെന്താ പുണ്ണുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. എനിക്കതിങ്ങോട്ട് ഇറങ്ങണില്ല വല്ലാതെ. എന്നാൽ ഹഫ്സയുടെ മുഖം വല്ലാതായി. ഇന്ന് മോളെ ഇതാ ഈ പത്തിരിട്ടോക്ക്, ഇന്ന് ഇനി വേറെന്തെങ്കിലും കടിയ ഉണ്ടാക്കി തരണോ? ഇനി എന്ത് കടിയാ? അല്ല ഞാനിനി എന്തെങ്കിലും ദോശ എങ്ങാൻ ചുട്ടു തരണോ? അല്ലാതെ ഇപ്പം എങ്ങനെ, കുഞ്ഞിന് പാൽ കൊടുക്കാനുള്ളതല്ലേ. എന്നാൽ ഐഷമ്മ പറഞ്ഞു ഇങ്ങോട്ട് പോകാനടേനും നിൽക്കണ്ട. എന്നാൽ ഹഫ്സ അതെ നേരെ പോയി അടുക്കളയിലേക്ക് പോയി ദോശ ചുട്ട് കൊണ്ടുവന്നു. പെട്ടെന്ന് തന്നെ കുറച്ച് തേങ്ങ ചിരകി പൊടിയെടുത്ത് മിക്സിയിലിട്ട് അതിലുപ്പും ഇട്ട് അരച്ച് 2-3 ദോശ ചുട്ട് കൊണ്ടുവന്നു. ഇത് കുഴപ്പമില്ല. എന്നാൽ അത് ഷമ്മാസിനൊന്നും തീരെ പറ്റിയില്ല. എന്താ ഇങ്ങനെയൊക്കെ, ഇത്രയും ഭക്ഷണങ്ങൾ മുന്നിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ഷമ്മാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. ഇനി പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് ഭയന്നിട്ട് തന്നെ. അങ്ങനെ അത് അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ചായ കുടിക്കുന്നു. എന്നാൽ ഈ സമയം അതാ സത്താറിൻ്റെ ഭാര്യയോടായിട്ട് ഷമ്മാസ് പറയുന്നു,
അല്ല പോകണോ അതോ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോവല്ലേ? ശരിക്കും അത് കേട്ടപ്പോൾ സത്താറിൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല ഇന്നലെ തന്നെ പോകാൻ വിചാരിച്ചതാണ്, ഞങ്ങൾ ഒന്നങ്ങോട്ട് ആക്കി തന്നാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോ വിളിച്ച്. എന്താന്നില്ലേ ഐഷുമ പറഞ്ഞു, എന്താ കുട്ടിയേച്ചി പറഞ്ഞത്? ഞമ്മക്ക് ഈ വണ്ടിയും വാനൊക്കെ ഉണ്ട്, എന്നെ ഓട്ടോ വിളിച്ച് പറഞ്ഞേക്ക്, എന്താ എൻ്റെ കഥ? എല്ലാവരും മാറ്റിക്കൊള്ളി മക്കളെ. മക്കളെല്ലാവരും മാറ്റി. എന്നാൽ ഐഷുമ്മക്ക് ഇത് വല്ലാത്ത സങ്കടമായി. റബ്ബേ മോനെ, ഇനിയിപ്പോൾ ഞാൻ എന്നാൽ ഉമ്മ ഇവിടെ നിന്നോളൂ, എന്നാൽ എനിക്ക് അങ്ങോട്ട് ഷോപ്പിക്ക്. അല്ല മോനെ, നമ്മളൊക്കെ കണ്ട് ആക്കി കൊടുക്കണം. എന്നാലേ ഞാൻ ഏതായാലും ഒന്ന് മേലെ കീറ്റൊക്കെ ഒന്ന് വരാം. ഒന്നങ്ങോട്ട് എനിക്ക് രാവിലെ കുളിച്ചാഞ്ഞാലേ വല്ലാത്ത പൊറുതിയേടാണ്. എന്നാൽ നുസി നീ പോരുന്നുണ്ടോ അവരുടെ കൂടെ? എന്നാൽ നുസൈ പറഞ്ഞു, ഇല്ലിക്ക കുഞ്ഞ് കരയുന്നുണ്ട്, ഇനിയിപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കലൊക്കെ ഇതായിട്ട് രാവിലെ ആയതുകൊണ്ടേ. ആ എന്നാ ഉമ്മ മോനെന്താ ആക്കി കൊടുത്തത്? അതിനെന്താ, എൻ്റെ പെങ്ങളെ പോലെ തന്നെ അല്ലേ, എൻ്റെ പെങ്ങളും കുട്ടികളും ഇല്ല, ഒറ്റക്കൊന്നെല്ലാണ് ആക്കി കൊടുത്തത് കേട്ടാ. അങ്ങനെ ഏതാ ആയിഷമ്മ അത് പറഞ്ഞപ്പോൾ ഷമ്മാസ് വാഹനത്തിലേക്ക് പോകുന്നു. എന്നാൽ ഈ സമയം അതാ സത്താറിൻ്റെ ഭാര്യ ഐഷമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഉമ്മ ഞാൻ ഒരിക്കലും മറക്കൂലുമ്മ ഇങ്ങനൊരു ഉപകാരങ്ങൾ ചെയ്തത്. എന്തായാലും ഇനി കുട്ടികളൊക്കെ സംരക്ഷിച്ചല്ലോ. സാരല്ലേടി, ഇൻഷാല്ല ഞങ്ങൾ വരണ്ട കേട്ടോ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഷമ്മാസ് ഇടക്ക് വന്നുകാണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ട് ഒക്കെ സാധനങ്ങളൊക്കെ അവൻ കൊടുന്നതിന് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എന്നാൽ അവർ ഐഷമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉമ്മ ഞങ്ങൾ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. അത് സാരല്ലേടി, അതൊക്കെ ഉപകാരാ. മക്കൾ പോകുമ്പോൾ മക്കളുടെ കൈകളിൽ അതാ ഐഷുമ്മ കരുതിയിരുന്ന ആ ഒരു നോട്ടുകൾ സന്തോഷത്തോടെ അവരിലേക്ക് കൊടുത്തു. അവർ ആകാംക്ഷയോടെ അത് വാങ്ങി. എന്നാൽ ശരി, പിന്നെ നുസി, സൗദ, ഹഫ്സത്ത പോട്ടെട്ടോ, ഇൻഷല്ല ഞങ്ങൾ വരണ്ട്. എല്ലാവരും വരണട്ടോ. സത്യം പറഞ്ഞാൽ പുത്തൻ വീട് തറവാട്ടിൽ നിൽക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് നിങ്ങളൊക്കെ അകന്ന് പോകുമെന്നുള്ളത് തോന്നൽ. എന്നാൽ ഐഷുവും പറഞ്ഞു, ആരകന്ന് പോകുന്നു, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും, ഇജ് ഒരു ബേജാറാണ്ട. എന്നാൽ അൽഹംദുലില്ലാ ഈ പെരയിൽ നിങ്ങളെ ആട്ടി ഇറക്കാൻ ഒരു കുട്ടിയും ധൈര്യം കാണിക്കൂല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇന്നെ വിളിക്കണം കേട്ടാ. ഇന്നെ അപ്പക്കപ്പം വിളിക്കണം, ആര് തന്നെ. അല്ല ഷാമോനെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഉമ്മ അത് ഇന്ന് സെറ്റാക്കാം. ആയിക്കോട്ടെ, ഇല്ലാഞ്ഞാലൊന്നും ഈ കാലത്ത് നടക്കൂല. ഉമ്മ അതൊന്നും വേണ്ടുമ്മ. അല്ല മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഒന്നും ഇങ്ങോട്ട് വിളിച്ചണമെങ്കിലും പറഞ്ഞെങ്കിലും എന്താ കാട്ടുകാരെയും ഉപദ്രവിക്കാനൊക്കെ വന്നാൽ. ശരിക്കും അവൾക്ക് അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. റബ്ബേ. എന്നാൽ ഈ സമയം ഷമ്മാസ്, ഉമ്മ കഴിഞ്ഞില്ലേ? എന്നാൽ അപ്പോഴേക്കും സത്താറിൻ്റെ ഭാര്യയും മക്കളും എന്നാൽ ശരിട്ടും എല്ലാവരോടും അസ്സലാമു അലൈക്കും കണ്ണീരോടെ അവൾ ഇറങ്ങി കാറിലേക്ക് കയറിയിരുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി കൈവീശി ടാറ്റ കാണിച്ചു. അല്ലാ പഠിച്ചോനെ കാത്ത് രക്ഷിക്കല്ല. ബാപ്പ ജയിലിലാണ്, ഉമ്മാനെ കൊണ്ടൊന്നും ചെയ്യാത്ത അവസ്ഥ. റഹ്മാൻ നീ മാത്രമാണല്ലോ തുണ, വേറെ ആര് കൊടുത്താലും തേയിലല്ല. നിന്റെ ഖജന വിശാലമാണല്ലോ റഹ്മാൻ, അവരെ നീ നന്നാക്ക്. ഉമ്മ ദുആ ചെയ്തു. എല്ലാവരും പോവുക അല്ലേ? ഉമ്മ 2 ദിവസം ഇവിടെ നിന്നോളിമ്മ. മോളെ ഞാൻ പിന്നെ വരണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നുസിക്ക് ക്ലാസ് തുടങ്ങുകയാണ്, അപ്പോൾ എല്ലാം കൂടി ആയിട്ടേ. പിന്നെ ഇവിടെ സൗദനൊന്ന് കുളിപ്പിച്ചാൽ ഏൽപ്പിച്ചിരിക്കണം. ഒരു 10 ദിവസമെങ്കിലേ ഒന്ന് തേച്ച് കുളിച്ചാൽ ഒരു കൈയും കാലിനും വേദനക്കൊക്കെ ഒരു ആക്കേക്കാരല്ലോ. അങ്ങനെയും പറഞ്ഞേക്കണേ. എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ പോട്ടെ, ഒരുങ്ങട്ടെ. അല്ലാ. അങ്ങനെ അത് ഐഷുമ്മ കുളിക്കുകയാണ്. കുളി കഴിഞ്ഞ് അവർ ഒന്ന് ലുഹാ നമസ്കരിച്ച്, എടീ അഫ്സേ, ഉമ്മ ഇത് ഞാൻ കുറച്ച് ചെറിയരിനെ കഞ്ഞി വെച്ചിക്കണം, അത് കുറച്ച് വേണ്ട. ഞാൻ ഒന്നും വേണ്ട, ഒന്നും ഞാൻ പതിവില്ല. ഞാൻ ഈ ഒരു പൊടിയിട്ട കുറഞ്ഞ മധുരത്തിലുള്ള വെള്ളം അങ്ങനെ അതാ ഒരു പാലും പാർന്നത് അങ്ങനെ കുടിച്ചു. അതന്നെയാണ് എൻ്റെത്. അല്ല വേറൊന്നും എനിക്ക് വല്ലാ കഴിയൂല, അത് മതി. ഉമ്മന്ന് കുറച്ച് ചായ എന്നാൽ ഒരു 1/2 ഗ്ലാസ് കൊണ്ട് എടുത്തോ. അങ്ങനെ അതാ അവർ ചായ കൊണ്ടുവരുന്നു. എല്ലാവരും ചായ പിന്നെയും കുടിച്ചു. അങ്ങനെ അതാ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നപ്പോൾ സൗദയുടെ ഉപ്പ പറഞ്ഞു, മക്കളെ ഇന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടാണ് പോകാം. ലഫ്സ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം ആയിക്കോട്ടെ, സന്തോഷേ ഉള്ളൂ, എല്ലാം ഇവിടെ ഉണ്ട്. ഇനി ഉച്ചഭക്ഷണം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറയും വൈകുന്നേരം കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ നിന്ന് ഞങ്ങളെക്കൊണ്ടൊരു പണിയാവും. പിന്നെയെന്ന് വെച്ചാൽ അഫ്സ ഒരു കുട്ടീനുണ്ട് അടുക്കളയിലേക്ക് അടുക്കാൻ സമ്മതിക്കില്ല. ഒരു സാധനം
പണിയെടുക്കാൻ സമ്മതിക്കണില്ല. ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് തിന്ന് ഞങ്ങൾ കഷ്ടപ്പെടുക. ഞങ്ങളിനി പിന്നെ ഒരിക്കൽ വരാം കേട്ടോ. അതെല്ലാം നല്ല ഹഫ്സ മോളെ. ആ ഉമ്മ പോവാണോ? പോട്ടെടിഞ്ഞ് ഇൻഷാ അല്ലാ പിന്നെ വരാം കേട്ടോ. എന്ന് സൗദ മോൾ ഇവിടെ നിന്നോ? സൗദ ഇവിടെ നിന്നോ? ഞാൻ നിൽക്കണില്ല, ഞാൻ അങ്ങോട്ട് പോട്ടെ. അതെ, ഓൾക്കൊക്കെ ഇപ്പോൾ അവിടെയാണ് ഇഷ്ടം. പഠിച്ചോനെ, ഓൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. എന്നാലും തിരിച്ച് വന്നിക്കണല്ലോ. ഏതായാലും അള്ളാഹ് റാഹത്താകട്ടെ റഹ്മാനെ. പഠിച്ചോനോട് നമ്മൾ ദുആ ചെയ്താൽ എല്ലാം കിട്ടും. എന്നാൽ സന്തോഷത്തോടു കൂടി ജീവിക്ക്. എന്തൊക്കെ തന്നെയാലും മോള് 2 ദിവസം ഇവിടെ നിന്നോ. ഉപ്പ വീണ്ടും പറയുന്നു, ഞാൻ അല്ലുപ്പ. മോളെ ഇവിടെ ഒന്ന് ശീലാവോളം ഞാനൊക്കെ ഒന്ന് പള്ളിക്കൊക്കെ ഒന്ന് ഇറങ്ങി പോകുമ്പോത്തിന്. എളാമാൻ്റെ പേടിക്കാണോ ഉപ്പ നിൽക്കാന്ന് പറഞ്ഞത്? മോളെ അങ്ങനെയല്ല, എന്നാലും പറയാത്ത നാടെന്തൊക്കെ ആകുമ്പോഴേ. ഞാൻ പിന്നെ വരണ്ട്. ഇപ്പം ഏതായാലും പോട്ടെ, പിന്നീട് സെമൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്നാൽ ഈ സമയം സത്താറിൻ്റെ ഭാര്യയും മക്കളുമായി ഷമ്മാസ് യാത്രയിലാണ്. അതെ, ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.